ഈശോയിൽ സ്നേഹമുള്ളവരെ, പുതുപ്പാടി വിൻസെൻഷ്യൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഏവർക്കും പ്രാർത്ഥനാശംസകൾ. ജൂബിലാത്തെ വചനവിരുന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മത്തായിയുടെ സുവിശേഷം അധ്യായം 12 വാക്യം 36. ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥ വാക്കിനും വിധി ദിനത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. കർത്താവിൻ്റെ തിരുവചനം ഈ നോമ്പുകാലത്ത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ഓരോ വാക്കിനും ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ സംസാരിക്കുന്ന ഓരോ വാക്കിനും ഉത്തരവാദിത്വമുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ഓരോ വാക്കിനും ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ടാണല്ലോ ദൈവം പറയുന്നത്, വിധി ദിനത്തിൽ നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടി വരും. മനുഷ്യർ പറയുന്ന ഓരോ വാക്കിനും, വ്യർത്ഥവാക്കിനും കണക്ക് കൊടുക്കേണ്ടി വരും. സ്നേഹമുള്ളവരെ, നമുക്കറിയാം നമ്മുടെ വാക്കുകൾക്ക് അത് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ സാധിക്കും, അതോടൊപ്പം ചീത്തയായ മോശമായ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ സാധിക്കും. നമ്മുടെ വാക്കുകൾക്ക് വളർത്താൻ സാധിക്കും, നമ്മുടെ വാക്കുകൾക്ക് തകർക്കാൻ സാധിക്കും. നമ്മുടെ വാക്കുകൾ കൊണ്ട് ജീവൻ ഉണർത്താൻ സാധിക്കും, നമ്മുടെ വാക്കുകൾ കൊണ്ട് മനുഷ്യരെ നമുക്ക് കൊല്ലാൻ സാധിക്കും. അപ്പോൾ കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ വാക്കുകൾ നമ്മൾ വളരെ കൃത്യതയോടെ, സൂക്ഷ്മതയോടെ ഉപയോഗിക്കേണ്ടതുണ്ട്. കർത്താവ് പറയാണ്, ഓരോ വായിൽ നിന്നും വരുന്ന ഓരോ വാക്കിനും ഉദ്ദേശമുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ആ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. ഈ അടുത്ത ദിവസം ചില ആത്മഹത്യകളെ കുറിച്ചൊക്കെയുള്ള വാർത്ത വായിച്ചപ്പോൾ, വിവാഹം കഴിഞ്ഞ ഒരു പെൺകുട്ടി, വളരെ സൗന്ദര്യമുള്ള, അത്യാവശ്യം സൗന്ദര്യമൊക്കെ ഉള്ള ഒരു നല്ല വിദ്യാഭ്യാസമുള്ള ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തതിനെക്കുറിച്ച് ഉള്ള വാർത്ത വായിച്ചപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത്, ആ പെൺകുട്ടിയുടെ ഭർത്താവ് നിരന്തരം ആ പെൺകുട്ടിയെ ഇങ്ങനെ വാക്കാൽ വേദനിപ്പിച്ചിരുന്നു. നിനക്ക് സൗന്ദര്യമില്ല എന്ന് പറഞ്ഞ് വേദനിപ്പിച്ചിരുന്നു, അതോടൊപ്പം നിനക്ക് ജോലിയില്ല എന്ന് പറഞ്ഞ് വേദനിപ്പിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഈ വാർത്തയൊക്കെ യൂട്യൂബിലൊക്കെ കണ്ടു വായിച്ചപ്പോൾ അതിൻ്റെ അടിയിൽ ഒക്കെ കമൻറ്റുകളൊക്കെ ഇങ്ങനെ കുറേ പേര് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ചില കമൻറ്റുകളൊക്കെ ഞാൻ വായിച്ചപ്പോൾ, ഇത്രയും സൗന്ദര്യമുള്ള ഈ കുട്ടിയെ ആണോ സൗന്ദര്യമില്ല എന്ന് പറയുന്നത്? ഇത്രയും കഴിവുള്ള കുട്ടിയാണോ കഴിവില്ലാത്ത കുട്ടി എന്നൊക്കെ പറയുന്ന ആ കുട്ടിയുടെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞ വീഡിയോസൊക്കെ കാണാനിട വന്നു. അപ്പോൾ സ്നേഹമുള്ളവരെ, എന്താണ് സംഭവിച്ചത്? ആ കുട്ടിക്ക് കഴിവുണ്ട്, ആ കുട്ടിക്ക് സൗന്ദര്യമുണ്ട്, ആ കുട്ടിക്ക് പഠിപ്പുണ്ട്. പക്ഷേ വേറൊരാൾ നിരന്തരം ആ കുട്ടിയോട് നിനക്ക് കഴിവില്ല, നിനക്ക് സൗന്ദര്യമില്ല, നിനക്ക് ജോലിയില്ല എന്ന് പറഞ്ഞ് ആ കുട്ടിയെ നിരന്തരം അങ്ങനെയുള്ള വാക്കുകളാൽ ആ കുട്ടിയെ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ ആ കുട്ടിക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ഒരു കൊച്ചു പെൺകുട്ടി, 10-25 വയസ്സ് പോലും പ്രായമില്ലാത്ത പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. സ്നേഹമുള്ളവരെ, ഇതുപോലെ ഈ കാലഘട്ടത്തിൽ നിരവധി സംഭവങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ഇപ്പോൾ ചില കുട്ടികൾ, അവർക്ക് പരീക്ഷയ്ക്ക് ആവശ്യത്തിന് മാർക്ക് കിട്ടിയില്ല, ഉടനെ തന്നെ അവരുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ആരെങ്കിലും ചിലപ്പോൾ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ കളിയാക്കി ഉടനെ തന്നെ ആത്മഹത്യ ചെയ്തു. ഈ അടുത്ത കാലത്ത് തന്നെ ഒരു നഴ്സിംഗ് കോളേജിലെ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തതിനെ കുറിച്ച് വായിക്കാനിട വന്നു. അപ്പോൾ ആ കോളേജിലെ അധികൃതരുമായിട്ട് എന്തൊക്കെയോ അസ്വസ്ഥതയുണ്ടായിരുന്നു. അവർ തുടർന്ന് അവിടെ പഠിക്കാൻ സമ്മതിച്ചെങ്കിലും ജയിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, ആ രീതിയിലൊക്കെ ഭീഷണിപ്പെടുത്തി ചില വാക്കുകൾ കേട്ട് ആ പെൺകുട്ടി ഭയപ്പെട്ടു. ആ പെൺകുട്ടിയുടെ ജീവിതം തകർന്നു പോകുമെന്ന് കരുതി ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. അപ്പോൾ അതിൻ്റെയൊക്കെ കേസുകളൊക്കെ നടക്കുകയാണ്. അപ്പോൾ സ്നേഹമുള്ളവർ, ഇതിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യം ഇതാണ്, മനുഷ്യൻ്റെ വാക്കുകൾ അത് വലിയ ശക്തിയുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്, ഓരോ വ്യർത്ഥവാക്കിനും നമ്മൾ വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ സ്നേഹമുള്ളവർ, ഈ നോമ്പ് കാലത്തിൽ നമ്മുടെ സംസാരം, നമ്മുടെ വാക്കുകൾ എപ്രകാരമാണെന്ന് നമ്മൾ ആത്മശോധന ചെയ്യേണ്ടതുണ്ട്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 18-ാം അധ്യായം 21-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, വചനം എങ്ങനെ പറയുന്നുണ്ട്? ജീവനെ നശിപ്പിക്കാനും പുലർത്താനും നാവിന് കഴിയും, അതിനെ സ്നേഹിക്കുന്നവൻ അതിൻ്റെ കനിയും ഭുജിക്കണം. അപ്പോൾ കർത്താവിൻ്റെ വചനം പറയാണ്, ജീവനെ നശിപ്പിക്കാനും പുലർത്താനും നാവിന് കഴിയും, അതിനെ സ്നേഹിക്കുന്നവൻ അതിൻ്റെ കനി ഭുജിക്കണം. അപ്പോൾ സ്നേഹമുള്ളവരെ, നമ്മുടെ അധരങ്ങളിൽ നിന്ന്
നമ്മുടെ നാവിൽ നിന്ന് നല്ല വാക്കുകൾ സംസാരിക്കാൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ അധരങ്ങളിൽ നിന്ന് ആരെങ്കിലും നശിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന, തകർക്കുന്ന വാക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ നോമ്പ് കാലത്തിൽ നമ്മൾ അനുദപിക്കേണ്ടതുണ്ട്. ദൈവം സൃഷ്ടികർമ്മം പൂർത്തിയാക്കുമ്പോൾ ദൈവത്തിൻ്റെ വാക്കുകളുടെ ശക്തിയാണ് അവിടെ നമ്മൾ കാണുന്നത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവം അരുളി ചെയ്തു, വെളിച്ചമുണ്ടാകട്ടെ, വെളിച്ചമുണ്ടായി. അപ്പോൾ സ്നേഹമുള്ളവിടെ അവിടെ നമ്മൾ കാണുന്നത് വാക്കിൻ്റെ ശക്തിയാണ്. ദൈവം പറഞ്ഞു, ദൈവത്തിൻ്റെ വാക്ക് കടന്നു വന്നു, ഉടനെ തന്നെ വെളിച്ചമുണ്ടായി. അപ്പോൾ ദൈവത്തിൻ്റെ വാക്ക് സൃഷ്ടികർമ്മം പൂർത്തിയാക്കുകയാണ് ദൈവത്തിൻ്റെ വാക്കിലൂടെ. ഇതുപോലെ ദൈവം സൃഷ്ടിച്ച മനുഷ്യരുടെ വാക്കുകൾക്കും ശക്തിയുണ്ട്. ദൈവത്തിൻ്റെ വാക്ക് പോലെ അല്ലെങ്കിൽ പോലും മനുഷ്യൻ്റെ വാക്കുകൾക്കും ശക്തിയുണ്ട്. അതിന് ജീവൻ നൽകാനും അതിന് ജീവൻ പുലർത്താനും നശിപ്പിക്കാനും കഴിയുമെന്ന് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, വാക്കുകളിൽ അപകടങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. സൂക്ഷിച്ച് സംസാരിച്ചില്ല എങ്കിൽ. എഫേസ്യക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 29-ാം തിരുവചനം വചനം പഠിപ്പിക്കുകയാണ്, നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ, കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്കൊത്ത വിധം നല്ല കാര്യങ്ങൾ സന്ദർഭം അനുസരിച്ച് സംസാരിക്കുവിൻ. അപ്പോൾ കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യമാണ് അവരിൽ കിട്ടേണ്ടത്. കേൾവിക്കാർക്ക് നന്മയാണ് അതിലൂടെ ഉണ്ടാകുന്നത്. ഒരിക്കൽ ഒരു സഹോദരി എൻ്റെ അടുത്ത് പറഞ്ഞു, ആ സഹോദരിക്ക് നല്ലൊരു ആത്മീയ ജീവിതവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷെ ആ സഹോദരി ഒരാളായിട്ട് കൂട്ടുകൂടി ഫ്രണ്ട്ഷിപ്പിലായതിനു ശേഷം നിരന്തരം അദ്ദേഹത്തോട് ഇങ്ങനെ ഫോണിലൂടെ സംസാരിച്ച് ആ സഹോദരിയുടെ ജീവിതത്തിൽ പിന്നീട് ഒത്തിരിയേറെ മോശമായ കാര്യങ്ങൾ സംഭവിക്കാൻ ഇടവന്നു. കാരണം ഈ കേട്ടതിൽ നിന്ന് ഉള്ള ആത്മീയ ചൈതന്യം നഷ്ടപ്പെട്ടു പോയി. ഈ സഹോദരിക്കുണ്ടായിരുന്ന ആത്മീയ ചൈതന്യം വേറൊരു വ്യക്തിയിൽ നിന്ന് സ്ഥിരമായിട്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ കേൾക്കാൻ തുടങ്ങിയപ്പോൾ ആത്മീയ ചൈതന്യം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ പൗലോസ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, മറ്റുള്ളവർക്ക് എന്തെങ്കിലും ആത്മീയമായിട്ട് ഗുണം കിട്ടുന്ന, നന്മ കിട്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കേണ്ടത് എന്ന് പൗലോസ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, വ്യാജമായ വാക്കുകൾ ഉപയോഗിക്കരുത്. കൊളോസ്യോസുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 9-ാം തിരുവചനം, പരസ്പരം കള്ളം പറയരുത്, പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടെ നിഷ്കാസനം ചെയ്യുവിൻ. യാക്കോബിൻ്റെ ലേഖനം 5:12, ശിക്ഷാവിധിയിൽ വീഴാതിരിക്കുവാൻ നിങ്ങൾ അതേ എന്ന് പറയുമ്പോൾ അതേ എന്നും അല്ല എന്ന് പറയുമ്പോൾ അല്ല എന്നും ആയിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നമ്മുടെ വാക്കുകളെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനും ദൈവത്തിൻ്റെ കൃപ സ്വന്തമാക്കാനും ആഗ്രഹിക്കുന്ന വ്യക്തികൾ എന്തെല്ലാം പുണ്യപ്രവൃത്തികളാണ് നോമ്പുകാലത്ത് ചെയ്യുന്നത്. എത്രയോ ഇടങ്ങളിലാണ് കുരിശിൻ്റെ വഴികൾ പ്രാർത്ഥിച്ച് ചൊല്ലി ഉപവസിച്ച് മുട്ടുകുത്തി മലകൾ കയറി വലിയ കുരിശുമൊക്കെ ചുമന്നുകൊണ്ട് മലയാറ്റൂർ മലയും അതുപോലെയുള്ള എത്രയോ മലകൾ കയറി ഇറങ്ങുന്നു നോമ്പ് കാലത്ത്. അതേപോലെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ വാക്കുകൾ ജീവൻ നൽകുന്ന വാക്കുകളാക്കി മാറ്റുവാൻ, മറ്റുള്ളവർക്ക് ആത്മീയ ചൈതന്യം ലഭിക്കുന്ന വാക്കുകളായി മാറ്റുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. പലപ്പോഴും മറ്റെല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോഴും നമ്മുടെ സംസാരത്തെ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുന്നു, നമ്മുടെ വാക്കുകൾ നമ്മൾ നിയന്ത്രിക്കാതിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ കൃപ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു. സ്നേഹമുള്ളവരെ, അപ്പോൾ കർത്താവ് ഈ നോമ്പുകാലത്ത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ പറയുന്ന ഓരോ വ്യർത്ഥ വാക്കിനും കണക്ക് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ സംസാരത്തെയും വാക്കുകളെയും നമ്മൾ നിയന്ത്രിക്കേണ്ടതുണ്ട് എന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ മാതൃക എടുക്കുകയാണെങ്കിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് വചനത്തിൽ പറയുന്നത്, അവനെ പോലെ ഇതുവരെ ആരും സംസാരിച്ചു കേട്ടിട്ടില്ല. യേശുവിൻ്റെ ശത്രുക്കൾ പോലും ഒരിക്കൽ ഫരിസേയർ യേശുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി ഏതാനും പട്ടാളക്കാരെ പറഞ്ഞയച്ചു. അങ്ങനെ ഈ പട്ടാളക്കാർ യേശുവിനെ കൂടാതെ യേശുവിൻ്റെ ഫരിസേയരുടെ അരികിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ പട്ടാളക്കാരോട് ഫരിസേയർ ചോദിച്ചു, നിങ്ങൾ എന്താണ് അവനെ പിടിച്ചു കൊണ്ടുവരാതിരുന്നത്? അപ്പോൾ പട്ടാളക്കാർ പറഞ്ഞ മറുപടി ഇതായിരുന്നു, അവനെ പോലെ ആരും ഇതുവരെ സംസാരിച്ച് കേട്ടിട്ടില്ല. അപ്പോൾ ഈശോയുടെ സംസാര ശൈലി ശത്രുക്കളെപ്പോലും ആകർഷിക്കുന്നതായിരുന്നു. ഈശോയുടെ സംസാര ശൈലി അത് അനുഗ്രഹം നിറഞ്ഞ സംസാര ശൈലിയായിരുന്നു. സ്നേഹമുള്ളവരെ, സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 15-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ വചനം പഠിപ്പിക്കുകയാണ്, സൗമ്യമായ മറുപടി ക്രോധം ശമിപ്പിക്കുന്നു, പരുഷമായ വാക്ക് കോപം ഇളക്കി വിടുന്നു. സ്നേഹമുള്ളവരെ, നമ്മൾ സൗമ്യതയോടുകൂടെ
നല്ല രീതിയിൽ സ്നേഹത്തോടെ സംസാരിക്കുവാൻ പഠിക്കേണ്ടതുണ്ട്. ഒരിക്കൽ ഭർത്താവുമായിട്ട് പിരിഞ്ഞ് കുറേ നാളുകളായിട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീ ധ്യാനകേന്ദ്രത്തിൽ വന്ന് അങ്ങനെ പ്രാർത്ഥന സഹായം പറയാനിട വന്നു. അവൾ ആ സഹോദരിയോട് ഇങ്ങനെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവർ പറയായിരുന്നു, എനിക്കിങ്ങനെ ഭർത്താവുണ്ട്, അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്, അദ്ദേഹം അതേസമയം ഇപ്പോൾ വേർപിരിഞ്ഞ് താമസിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നല്ല മനുഷ്യനാണെങ്കിൽ പിന്നെ എന്തിനാ വേർപിരിഞ്ഞ് താമസിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, അദ്ദേഹം നന്നായിട്ട് അധ്വാനിക്കും, വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്തു തരും, പണം ആവശ്യത്തിന് തരും, വസ്ത്രങ്ങൾ ആവശ്യത്തിന് തരും, ഭക്ഷണം ആവശ്യത്തിന് തരും. പക്ഷെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സഹിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അതുപോലെയുള്ള വാക്കുകൾ ഉപയോഗിച്ച് മുറിവേൽപ്പിക്കും. അതെന്നെ കൊണ്ട് സാധിക്കാതെ വന്നപ്പോൾ, അദ്ദേഹത്തിൻ്റെ ആ മുറിവേൽപ്പിക്കുന്ന വാക്കുകളിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് പോന്നതാണ്. അങ്ങനെ അത് കേട്ടുകൊണ്ടിരുന്നാൽ എനിക്ക് വല്ല ഭ്രാന്തായി പോകും, അതുകൊണ്ട് ഞാൻ പോന്നതാണ്. അങ്ങനെ ഞാനിപ്പോൾ മാറി താമസിക്കുന്നെന്ന് ആ സഹോദരി പറഞ്ഞു. അതേ സ്നേഹമുള്ളവരെപ്പോൾ ആ ജീവിത പങ്കാളിക്ക് മറ്റെല്ലാ ഗുണങ്ങളുമുണ്ട്, ഭർത്താവിന് എല്ലാ ഗുണങ്ങളുമുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെയധികം മുറിവേൽപ്പിക്കുന്ന ആയതുകൊണ്ട് മറ്റെല്ലാ നന്മകളും ഉണ്ടെങ്കിലും ഈ സ്ത്രീ മാറി താമസിക്കുക. അപ്പോൾ ഈശോ ഇന്ന് തിരുവചനത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ഈ നോമ്പ് കാലത്തിൽ നമ്മളുടെ സംസാരം, നമ്മുടെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് മറ്റുള്ളവർക്ക് നന്മ ഉണ്ടാക്കുന്നതും അതോടൊപ്പം തന്നെ ആത്മീയമായിട്ടുള്ള വളർച്ചയ്ക്ക് കാരണമാകുന്നതും ആയിരിക്കണമെന്ന് ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ മോശമായ വാക്കുകൾ മൂലം മറ്റുള്ളവർ വേദനിപ്പിച്ചതോർത്ത്, അപവാദങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരുടെ സൽപ്പേര് നശിപ്പിച്ചതോർത്ത്, വിവാഹങ്ങൾ മുടക്കിയതോർത്ത് ഒക്കെ നമുക്ക് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറഞ്ഞ് ദൈവകൃപ നഷ്ടപ്പെടുത്തിയതോർത്ത് നമുക്ക് ഈശോയോട് മാപ്പപേക്ഷിക്കുകയും നോമ്പ് കാലത്ത് നമ്മുടെ വാക്കുകൾ അനുഗ്രഹത്തിൻ്റെ വാക്കുകളാക്കി മാറ്റാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. സ്തുതി പാടും ആത്മാവിൽ വാഴുന്ന ഈശോയ്ക്ക്, അൾത്താരയിൽ വരും തിരുനാഥന് അപ്പമായി തീരുന്ന ഗുരുനാഥന്, അൾത്താരയിൽ വരും തിരുനാഥന് അപ്പമായി തീരുന്ന ഗുരുനാഥന്, ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിലലിഞ്ഞു ഞാൻ പറന്നുയരും, മാലാഖമാർ ചേർന്നു പാടും ആരാധന ആരാധന. എല്ലാവരും ചേർന്ന് ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിലലിഞ്ഞു ഞാൻ പറന്നുയരും, മാലാഖമാർ ചേർന്നു പാടും ആരാധന ആരാധന ആരാധന. എല്ലാ മക്കളെ അനുഗ്രഹിക്കണം, എല്ലാ കുട്ടികളെ അനുഗ്രഹിക്കണം, എല്ലാ ദമ്പതികളെ അനുഗ്രഹിക്കണം, എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം, എല്ലാ സമർപ്പിതരെ അനുഗ്രഹിക്കണം, എല്ലാ വൈദികരെ അനുഗ്രഹിക്കണം, എല്ലാ ഏകസ്ഥരെ അനുഗ്രഹിക്കണം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, മഹത്വം 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 മഹത്വം. സ്തുതി 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 സ്തുതി. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ദൈവകൃപയോടെ ജീവിക്കുവാൻ ദിവ്യകാരുണ്യ നാഥനിൽ നിന്നും കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, ശക്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, സൗഖ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നോമ്പ് കാലത്ത് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുന്ന ചിന്തകളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഈശോ ഇന്ന് നമുക്ക് നൽകിയ ചിന്ത,
നമ്മുടെ ഓരോ വാക്കും പ്രധാനപ്പെട്ടതാണ്. വിധി ദിനത്തിൽ വ്യർത്ഥമായി പറയുന്ന ഓരോ വാക്കിനും കണക്ക് കൊടുക്കേണ്ടി വരും എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ദൈവവചനമാണ് നമ്മൾ ധ്യാനിച്ചത്. അതേ സ്നേഹമുള്ളവരെ, നമ്മുടെ ഓരോ വാക്കും ശക്തിയുള്ളതാണ്. അത് പ്രോത്സാഹിപ്പിക്കാനും ജീവൻ നൽകാനും വളർത്താനും ശക്തിയുള്ളതാണ്. അതേപോലെ മനുഷ്യരെ തളർത്താനും തകർക്കാനും നശിപ്പിക്കാനും ശക്തിയുള്ളതാണ്. അതുകൊണ്ട് ഈശോ വചനത്തിലൂടെ നമ്മോട് ആവശ്യപ്പെടുകയാണ്, നമ്മുടെ സംസാരം, വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം. കൃപയുള്ള സംസാരത്തിലേക്ക് നമ്മൾ കടന്നു വരേണ്ടതുണ്ട്. നമ്മുടെ സംസാരത്തിൽ നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ കൃപ ചോർന്നു പോകും, മറ്റുള്ളവരുടെ ജീവിതവും നശിച്ചു പോകും. ഈ നോമ്പ് കാലത്തിൽ നമ്മുടെ സംസാരത്തിൽ വന്നുപോയ വീഴ്ചകൾ ഓർത്ത് നമുക്ക് അനുദപിക്കാം. വാക്കുകൾ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ഉപയോഗിക്കുവാൻ ഉള്ള കൃപയ്ക്ക് വേണ്ടി ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനകളോടെ ഈ ഗാനം ആലപിച്ച് കൂടുതൽ കൃപ കൊണ്ട് നിറയാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധിയാകും പാവനാത്മാവേ, പാപബോധം നീ നൽകണമേ. അറിയാതെ ഞാൻ ചെയ്ത എൻ കൊച്ചു പാപം പോലും അനുതാപമോടെ ഏറ്റുചൊല്ല. പരിശുദ്ധിയാകും പാവനാത്മാവേ, പാപബോധം നീ നൽകണമേ. അറിയാതെ ഞാൻ ചെയ്ത എൻ കൊച്ചു പാപം പോലും അനുതാപമോടെ ഏറ്റുചൊല്ല. അറിയാതെ ഞാൻ ചെയ്ത എൻ കൊച്ചു പാപം പോലും അനുതാപമോടെ ഏറ്റുചൊല്ല. പരിശുദ്ധാത്മാവേ, പാപബോധം തരണേ. പരിശുദ്ധാത്മാവേ, പാപബോധം തരണേ. പരിശുദ്ധാത്മാവേ, അനുതാപം തരണേ. പരിശുദ്ധാത്മാവേ, അനുതാപം തരണേ. പരിശുദ്ധാത്മാവേ, പാപബോധം തരണേ. പരിശുദ്ധാത്മാവേ, പാപബോധം തരണേ. പരിശുദ്ധാത്മാവേ, വീണ്ടും ജനനം തരണേ. പരിശുദ്ധാത്മാവേ, വീണ്ടും ജനനം തരണേ. ഹല്ലേലൂയ, 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 അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഈശോയെ അനുഗ്രഹിക്കണമേ. ഈശോയെ അനുഗ്രഹിക്കണം, സുഖപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. ഈശോയെ അനുഗ്രഹിക്കണം, ജ്വലിപ്പിക്കണമേ, 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 ജ്വലിപ്പിക്കണമേ. കൃപ നിറയട്ടെ, 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 കൃപ നിറയട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. എൻ്റെ ഏതെങ്കിലും വാക്കുമൂലം എൻ്റെ ജീവിത പങ്കാളി ഇന്ന് വേദനിച്ച് ജീവിക്കുന്നുണ്ടോ? എൻ്റെ ഏതെങ്കിലും വാക്കുമൂലം എൻ്റെ മാതാപിതാക്കൾ വേദനിച്ചിട്ടുണ്ടോ? എൻ്റെ ഏതെങ്കിലും വാക്കുമൂലം എൻ്റെ മക്കൾ തകർന്നു പോയിട്ടുണ്ടോ? എൻ്റെ ഏതെങ്കിലും വാക്കുകൾ മൂലം എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ ഞാനുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടോ? എൻ്റെ ഏതെങ്കിലും വാക്കുമൂലം എനിക്ക് ആത്മീയമായിട്ടുള്ള തളർച്ചകൾ ഉണ്ടായിട്ടുണ്ടോ? നമുക്ക് അനുദപിക്കാം. ദൈവകൻ സന്നിധിയിൽ കർത്താവെ, അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ സംസാരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും
പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരാ ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.